ഈ ഒരു അമേരിക്കൻ ഇറാൻ യുദ്ധം അവർ നേരിടാൻ തയ്യാറായിരുന്നു, സജ്ജമായിരുന്നു എന്നുള്ളത് കൂടിയുള്ള ഒരു വാർത്ത നോക്കുന്നു. തീർച്ചയായും നമുക്ക് പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടി നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്നതിനിടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തി. ഈ യുദ്ധം അമേരിക്ക ജയിച്ചു എന്ന ഇറാൻ തകർന്നടിഞ്ഞെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ വ്യോമസേനയും നാവികസേനയും ഒന്നടങ്കം ഇല്ലാതായതെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ലോകത്തെ കരുത്തുറ്റ സൈന്യം അമേരിക്കയാണ് എന്ന് തെളിഞ്ഞുവെന്ന് അവകാശപ്പെട്ട ട്രംപ് യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് വ്യക്തമാകുന്നില്ല. ഹോർമൂസ് കടലിടുക്ക് ആവശ്യമുള്ള രാജ്യങ്ങൾ ഹോർമൂസ് സംരക്ഷിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. അല്ലെങ്കിൽ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം, അതുമല്ലെങ്കിൽ ഹോർമൂസ് സ്വാഭാവികമായി തുറക്കപ്പെടുമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്ക ഒരിക്കലും ഭരണകൂട മാറ്റം ലക്ഷ്യമിട്ടിട്ടില്ല, പക്ഷേ അത് സംഭവിക്കും. ഇറാന്റെ പല സംവിധാനങ്ങളും തരിപ്പണമായി, ആണവ കേന്ദ്രങ്ങൾ തകർത്തു. ഇറാന് ഇനി ഏത് നീക്കം നടത്തിയാലും അമേരിക്ക അറിയുമെന്നും അത് തകർക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഇനി മിഡിൽ ഈസ്റ്റ് ഭീഷണിയല്ല, ഇറാന്റെ ഭീഷണി ഒഴിഞ്ഞെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ ഇസ്രായേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ഇറാന്റെ ഭാഗത്ത് നിന്ന് മിസൈൽ വിക്ഷേപണം ഉണ്ടായതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ തടയാൻ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും പ്രത്യാക്രമണത്തിനുള്ള നടപടികൾ ആരംഭിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ഭീഷണികളെ പ്രതിരോധിക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്, പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇറാന്റെ സൈനിക ശക്തി തകർന്നുവെന്ന ട്രംപിന്റെ വാക്കുകൾ പുറത്തു വന്ന മിനിറ്റുകൾക്കുള്ളിലാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ശ്രദ്ധേയം. മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. വൈറ്റ് ഹൌസിൽ നിന്ന് ട്രംപ് തന്റെ 19 മിനിറ്റ് നീണ്ട പ്രസംഗം അവസാനിപ്പിച്ച് വെറും 15 മിനിറ്റിനുള്ളിലാണ് ഇറാന്റെ തിരിച്ചടി ഉണ്ടായത്. ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളും മിസൈൽ നിർമ്മാണശാലകളും തകർത്തെന്നും യുദ്ധം ലക്ഷ്യത്തിലേക്ക് എത്തിയെന്നും ട്രംപ് പ്രസംഗത്തിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രസ്താവനകളെ വെല്ലുവിളിക്കുന്നതാണ് ഇറാന്റെ പുതിയ നീക്കം. മിസൈൽ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രായേൽ ഉടനീളം സൈറണുകൾ മുഴങ്ങി. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ IDF നിർദ്ദേശിച്ചു. പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശ്രമം തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു.